നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. കുന്നംകുളം വിവേകാനന്ദ കോളേജിൽ പ്രകോപനപരമായ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചതിനെ ചൊല്ലി SFI ABVP പ്രവർത്തകർ തമ്മിൽ സംഘർഷം. അക്രമത്തിൽ ABVP പ്രവർത്തകനായ അഞ്ഞൂർകുന്ന് തലക്കാട്ട് ദിലീപിന്റെ മകൻ ദേവജിത്തിന് പരിക്കേറ്റു. കണ്ണിന് പരിക്കേറ്റ ദേവജിത്തിനെ കുന്നംകുളം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവഹേളിക്കുന്ന രീതിയിൽ SFI പ്രവർത്തകർ ക്യാമ്പസ് അങ്കണത്തിൽ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചതാണ് തർക്കങ്ങൾക്ക് തുടക്കമിട്ടത്. ബോർഡ് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ABVP വിദ്യാർത്ഥികൾ കോളേജ് പ്രിൻസിപ്പലിന് രേഖാമൂലം പരാതി നൽകിയിരുന്നു. വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് BJP നേതൃത്വം കുന്നംകുളം പോലീസിലും പരാതി നൽകിയിരുന്നു. എന്നാൽ കോളേജ് അധികൃതരുടെയോ പോലീസിന്റെയോ ഭാഗത്തുനിന്ന് ബോർഡ് നീക്കം ചെയ്യാൻ യാതൊരു നടപടിയും ഉണ്ടാകാതിരുന്ന സാഹചര്യത്തിൽ ABVP പ്രവർത്തകർ തന്നെ ഫ്ലക്സ് ബോർഡ് പൊളിച്ചുമാറ്റി. ഇതേ തുടർന്നുണ്ടായ തർക്കമാണ് സംഘർഷത്തിലും അക്രമത്തിലും കലാശിച്ചത്. കോളേജ് ക്യാമ്പസിലെ സമാധാനാന്തരീക്ഷം തകർക്കുന്ന രീതിയിലാണ് SFI പ്രവർത്തിക്കുന്നതെന്ന് ABVP ആരോപിച്ചു. ക്യാമ്പസിനുള്ളിലെ അക്രമരാഷ്ട്രീയം അവസാനിപ്പിക്കാൻ SFI തയ്യാറാകണമെന്നും ABVP നേതൃത്വം ആവശ്യപ്പെട്ടു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് യുവതിയിൽ നിന്നും 2 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത പ്രതി പിടിയിൽ. പുല്ലഴി ഒളരിക്കര സ്വദേശിയായ പുതുവീട്ടിൽ PS സുബിനെയാണ് വിയ്യൂർ പോലീസ് ബാംഗ്ലൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. 2024 ഓഗസ്റ്റ് മുതലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രതി യുവതിയെ ഫോൺ മുഖേന പരിചയപ്പെട്ട് തനിക്ക് ക്ഷേത്രമുണ്ടെന്നും പൂജയിലൂടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരാമെന്നും വിവാഹം കഴിക്കാമെന്നും വാഗ്ദാനം ചെയ്ത് പല സ്ഥലങ്ങളിലായി കൊണ്ടുപോയി പീഡിപ്പിക്കുകയും 2 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുക്കുകയുമായിരുന്നു. ഇക്കാര്യത്തിന് തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് വിയ്യൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ ബാംഗ്ലൂരിൽ നിന്ന് പിടികൂടിയത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ R ദേശ്മുഖ് IPSന്റെ നിർദ്ദേശത്തിൽ ബാംഗ്ലൂരിലെത്തിയ അന്വേഷണ സംഘം പ്രതി ആർമിയിലെ ഉദ്യോഗസ്ഥനാണെന്ന് മനസ്സിലാക്കി. ബാംഗ്ലൂരിലെ ക്യാമ്പിൽ നിന്നും പ്രതിയെ അറസ്റ്റ് ചെയ്ത് നാട്ടിലെത്തിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ KM മഹേഷ് കുമാർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ AV സജീവ്, സുനിൽകുമാർ, സിവിൽ പോലീസ് ഓഫീസർ ഭദ്രൻ, അനുപമ എന്നിവരുമുണ്ടായിരുന്നു. എരുമപ്പെട്ടിയിൽ തനിച്ചു താമസിക്കുന്ന 80-കാരിയുടെ സ്വർണമാല കവർന്ന സംഭവത്തിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എരുമപ്പെട്ടി സ്വദേശിയായ എലിക്കോടൻ പറമ്പിൽ ദിൽജിത്താണ് പിടിയിലായത്. കരിയന്നൂർ അണ്ടേക്കാട്ട് പീടികയിൽ ബീവാത്തുവിന്റെ 3 പവൻ തൂക്കം വരുന്ന മാലയാണ് യുവാവ് കവർന്നത്. കഴിഞ്ഞ 12-ാം തീയതിയാണ് കവർച്ച നടന്നത്. പകൽ സമയത്ത് വീട്ടിലേക്ക് കയറിയ മോഷ്ടാവ് കട്ടിലിൽ കിടക്കുകയായിരുന്ന ബീവാത്തുവിന്റെ കഴുത്തിൽ പിടിച്ച് മാല ഊരിയെടുക്കുകയായിരുന്നു. കയ്യിലെ മോതിരവും ഊരിയെടുക്കാൻ ശ്രമിച്ചു. പിടിവലിയിൽ മോഷ്ടാവ് ബീവാത്തുവിന്റെ കൈ പിടിച്ച് തിരിച്ചതിനെ തുടർന്ന് വിരലുകൾക്ക് പരിക്കു പറ്റിയിട്ടുണ്ട്. മകൻ മരിച്ചതിനുശേഷം ഇവർ തനിച്ചാണ് താമസിക്കുന്നത്. പ്രദേശത്തെ വീടുകളിലെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി ദിവസങ്ങൾക്കുള്ളിൽ പിടിയിലായത്. പ്രതിയെ സംഭവസ്ഥലത്തും പ്രതിയുടെ വീട്ടിലും കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. സ്വർണം എരുമപ്പെട്ടിയിലെ ജ്വല്ലറിയിൽ കൊണ്ടുപോയി പുതിയതാക്കി മാറ്റിയെടുത്ത് പണമിടപാട് സ്ഥാപനത്തിൽ കൊണ്ടുചെന്ന് പണയപ്പെടുത്തി പണമാക്കി മാറ്റിയെന്ന് പ്രതി കുറ്റസമ്മതം നടത്തി. പ്രതിയെ ഈ സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയും തെളിവെടുപ്പ് നടത്തി. തൃശൂർ പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം കുന്നംകുളം ACP N മുരളീധരന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പോലീസ് ഇൻസ്പെക്ടർ അനീഷ് കുമാറാണ് അന്വേഷണം നടത്തിയത്. SI ആന്റോ ഫ്രാൻസിസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജോഷി ജോസഫ്, K കൃഷ്ണപ്രസാദ്, റെജിൻ C രാജൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ PT സൈമൺ, PJ നിജോൺ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. അകലാട് ദേശീയപാതയിൽ ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ദമ്പതികൾക്ക് പരിക്കേറ്റു. പെരുമ്പടപ്പ് പുത്തൻപള്ളി സ്വദേശി വിളകേരി ഷാഫി, ഭാര്യ താഹിറ എന്നിവർക്കാണ് പരിക്കുപറ്റിയത്. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിലെ ഒറ്റേനിക്ക് സമീപമാണ് അപകടമുണ്ടായത്. അപകടത്തിൽ പരിക്കുപറ്റിയ ഇരുവരെയും അകലാട് മൂന്നൈനി VKR ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുന്നയൂർ എടക്കരയിൽ അജ്ഞാത കാറിടിച്ച് സൈക്കിൾ യാത്രക്കാരന് പരിക്കേറ്റു. വെസ്റ്റ് ബംഗാൾ സ്വദേശി പ്രദീപിനാണ് പരിക്കുപറ്റിയത്. പുന്നയൂർ പഞ്ചായത്ത് എടക്കര ജുമാ മസ്ജിദിന് മുമ്പിലായിരുന്നു അപകടം. ഇടിച്ച കാർ നിർത്താതെ പോയി. അപകടത്തിൽ പരിക്കുപറ്റിയ സൈക്കിൾ യാത്രികനെ അകലാട് മൂന്നൈനി VKR ആംബുലൻസ് പ്രവർത്തകർ ആദ്യം ചാവക്കാട്ടെ രാജ ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കുന്നംകുളം ദയാറോയൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അറ്റം സെന്റ് തോമസ് ഫൊറോന ഇടവകയിൽ KCYM യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിശുദ്ധ തോമസ് മൂർ ദിനാചരണവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു. ഫൊറോന ദേവാലയത്തിൽ നടന്ന ചടങ്ങ് കേരള കാർഷിക സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ മേരി റജീന ഉദ്ഘാടനം ചെയ്തു.
സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി നിരവധി മാതൃകാപരമായ കാര്യങ്ങൾ ചെയ്യുവാൻ ഓരോ യുവജനങ്ങൾക്കും സാധിക്കുന്നുവെന്നും അങ്ങനെ വിശുദ്ധ തോമസ് മൂറിനെ പോലെ ധീര രക്തസാക്ഷിയാവാൻ ഓരോ യുവജനങ്ങൾക്കും സാധിക്കണമെന്നും അവർ അഭിപ്രായപ്പെട്ടു. ഫൊറോന വികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ അധ്യക്ഷനായി. സഹവികാരി ഫാദർ ജിയോ വേലൂക്കാരൻ, ഡീക്കൻ മെബിൻ കീറ്റിക്കൽ, KCYM മറ്റം യൂണിറ്റ് പ്രസിഡന്റ് അലക്സ് ജോസ് കെ, സംസ്ഥാന സെനറ്റ് മെമ്പർ റോസ്മിൻ പോൾ, മറ്റം ഫൊറോന പ്രസിഡന്റ് നിജിൽ ജോസ്, യൂണിറ്റ് സെക്രട്ടറി ഐജിൻ ജോയ്, എസ്തേർ ജോസ് എന്നിവർ സംസാരിച്ചു. മാർപ്പാപ്പയുടെ പ്രത്യേക ബഹുമതിയായ ദാമ ബഹുമതി ലഭിച്ച ഡോക്ടർ മേരി റെജീനയെ ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. കൂടാതെ തൃശൂർ അതിരൂപത ACC പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ AJ അവീന മരിയ, 12ാം ക്ലാസ് പരീക്ഷയിൽ 10ാം റാങ്ക് നേടിയ CJ അലീന, SSLC+2 പരീക്ഷകളിൽ മുഴുവൻ A+ നേടിയവരെയും വിവിധ മേഖലകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ KCYM അംഗങ്ങളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. KCYM സംഘടനയിലേക്ക് പുതുതായി കടന്നുവന്ന അംഗങ്ങളെ ഹാരം അണിയിച്ച് സ്വീകരിച്ചു. പരിപാടികൾക്ക് KCYM ഭാരവാഹികളായ ആഗ്നൽ ആന്റണി, ജെറിൻ ജെയ്സൺ, ആൽബിൻ ജോസ്, വോൾഗ ഡേവിസ്, സ്നേഹ ഷാജു എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം പ്രസ് ക്ലബിന്റെ മാധ്യമ പുരസ്കാര വിതരണം വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് ആദ്യമായി പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് പുരസ്കാരം ഏർപ്പെടുത്തിയ കുന്നംകുളം പ്രസ് ക്ലബിന്റെ 21ാമത് മാധ്യമ പുരസ്കാര വിതരണമാണ് വെള്ളിയാഴ്ച നടക്കുക. രാവിലെ 11-ന് കുന്നംകുളം വ്യാപാര ഭവനിൽ നടക്കുന്ന ചടങ്ങ് സംസ്ഥാന കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജെനീഷ് ഉദ്ഘാടനം ചെയ്യും. പ്രസ് ക്ലബ് പ്രസിഡന്റ് ജിജോ തരകൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് മുഖ്യപ്രഭാഷണം നിർവഹിക്കും. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അംഗങ്ങളുടെ ID കാർഡ് വിതരണം നടത്തും. സംസ്ഥാന എക്സൈസ് വകുപ്പുമായി കൈകോർത്ത് പ്രസ് ക്ലബ് നടപ്പിലാക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ CK സജികുമാർ നിർവഹിക്കും. അച്ചടി മാധ്യമരംഗത്ത് തൃശൂർ മാതൃഭൂമി റിപ്പോർട്ടർ അക്ഷേക സുധരാജ്, ദൃശ്യമാധ്യമരംഗത്ത് കണ്ണൂർ ഇരിട്ടി ഹൈവിഷൻ ചാനൽ റിപ്പോർട്ടർ ഉന്മേഷ് പായം എന്നിവർക്കാണ് ഈ വർഷത്തെ പുരസ്കാരം. ഇരുവർക്കും മന്ത്രി OJ ജെനീഷ് 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം സമ്മാനിക്കും. തൃശൂർ ജില്ലയിലെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിലെ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് സവിസ്തരം വിവരിക്കുന്ന വിണ്ടുനീറുന്ന ജീവിതങ്ങൾ എന്ന തുടർ വാർത്താ പരമ്പരയാണ് അക്ഷേകയെ പുരസ്കാരത്തിന് അർഹയാക്കിയത്. അന്ധദമ്പതികളുടെ അതിജീവനത്തിന്റെ കഥ പറയുന്ന കാഴ്ചയില്ലെങ്കിലും കരുത്തുള്ള ജീവിതം എന്ന ന്യൂസ് സ്റ്റോറിക്കാണ് ഉന്മേഷിന് അംഗീകാരം. ചടങ്ങിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് ജിജോ തരകൻ, സെക്രട്ടറി മുഹമ്മദ് അജ്മൽ, ട്രഷറർ PS ടോണി എന്നിവർ പങ്കെടുത്തു. ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്കെതിരെ നടന്ന അതിക്രമത്തിനും ജനാധിപത്യ ധ്വംസനത്തിനുമെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്ത കേന്ദ്ര പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് ദേശീയ നേതാക്കളെയും അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രകടനം നടത്തി. വിശദാംശങ്ങളിലേക്ക്. കുന്നംകുളത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. പ്രതിഷേധ പ്രകടനത്തിന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CB രാജീവ്, കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PI തോമസ്, DCC ജനറൽ സെക്രട്ടറി ബിജോയ് ബാബു, നേതാക്കളായ നെൽസൺ ഐപ്പ്, KS രാധാകൃഷ്ണൻ, രമേശ് ചൊവ്വന്നൂർ, കൗൺസിലർമാരായ ഷാജി ആലിക്കൽ, റോഷിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ജയൻ മാസ്റ്റർ പള്ളിക്കര, റെജി മാസ്റ്റർ, ബിജു അടുപ്പുട്ടി, അശോകൻ, പ്രവീൺ അക്കിക്കാവ്, രാജൻ അണേടത്ത്, ജോബി കാണിപ്പയൂർ, ലതീഷ് KB, EA രാജു, തമ്പി കുന്നംകുളം, നൌഷാദ് തുടങ്ങിയവരും പ്രകടനത്തിൽ പങ്കെടുത്തു. കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടന്നു. കേച്ചേരി സെന്ററിൽ നടന്ന പൊതുയോഗം KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ധനേഷ് ചുള്ളിക്കാട്ടിൽ അധ്യക്ഷനായി. ആന്റോ പോൾ, MM ഷംസുദ്ദീൻ, TO സെബി എന്നിവർ സംസാരിച്ചു. ഡൊമിനിക് ഫ്രാൻസിസ്, PN സുന്ദരൻ, CT ജെയിംസ്, സജിത് കുമാർ, ചന്ദ്രാധരൻ, MG രാധാകൃഷ്ണൻ, MR ജോയ്, ഷക്കീർ, UV ജമാൽ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ചാവക്കാട് ടൗണിൽ കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. റോഡ് ഉപരോധിച്ച കോൺഗ്രസ് നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. നേതാക്കളായ KM ഷിഹാബ്, അക്ബർ ചേറ്റുവ, KB വിജു, ഋഷി ലാസർ, PK കബീർ, ഷാജി കല്ലിങ്ങൽ, V മുഹമ്മദ് ഗൈസ്, ആസിഫ് പാലയൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം കടങ്ങോട് റോഡ് സെന്ററിൽ സമാപിച്ചു. മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷനായി. ബ്ലോക്ക് സെക്രട്ടറി MA ഉസ്മാൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി KR രാധിക, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി, AU മനാഫ്, AV ബിജു,
നജീബ് കൊമ്പത്തയിൽ, സുനിൽകുമാർ, അമൃത ഷിജു, MM സിറാജ് എന്നിവർ നേതൃത്വം നൽകി. കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പിലാവ് സെന്ററിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PK ദേവദാസ്, മുൻ മണ്ഡലം പ്രസിഡന്റ് KK ഫൈസൽ, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് നിഷ രേഖത്ത്, മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളായ മനീഷ് MM, നാസർ കല്ലായി, K വാസുദേവൻ, മുഹമ്മദ് അലി, രാജു വടക്കത്ത്, സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പിലശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി CK സുലൈമാൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹക്കീം MH, KSU മണ്ഡലം പ്രസിഡന്റ് ഷാദുലി തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൈരളി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ പൊതുയോഗം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് ഉദ്ഘാടനം ചെയ്തു. R രവികുമാർ, OKR മണികണ്ഠൻ, KP ഉദയൻ, ബാലൻ വാർനാട്ട്, KP റഷീദ്, പ്രതീഷ് ഓടാട്ട്, ശശി വാർനാട്ട്, സ്റ്റീഫൻ ജോസ്, VS നവനീത്, VK സുജിത് തുടങ്ങിയവർ സംസാരിച്ചു. തീരദേശ മേഖലകളിൽ അണ്ടത്തോടും മന്നലാങ്കുന്നും പ്രതിഷേധ പ്രകടനം നടത്തി. അണ്ടത്തോട് നടന്ന പ്രകടനം വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ഷാഹിദ് കോപ്പര ഉദ്ഘാടനം ചെയ്തു. പുന്നയൂർക്കുളം മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി CU മുസ്തഫ സ്വാഗതം പറഞ്ഞു. മണ്ഡലം സെക്രട്ടറിമാരായ ഗണേശൻ പെരിയമ്പലം, അൻവർ അസൈനരകത്ത്, സക്കീർ ഹുസൈൻ KCM എന്നിവർ സംസാരിച്ചു. മറ്റു നേതാക്കളും പ്രവർത്തകരും നേതൃത്വം നൽകി. മന്നലാങ്കുന്നിൽ നടന്ന പ്രകടനത്തിന് മണ്ഡലം പ്രസിഡന്റ് KK ഷുക്കൂറിന്റെ അധ്യക്ഷതയിൽ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു ഉദ്ഘാടനം ചെയ്തു. പുന്നയൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് TK ഹസൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷർബനൂസ് പണിക്കവീട്ടിൽ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് നിസാം ആലുങ്ങൽ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റാഷ് മുനീർ, വൈസ് പ്രസിഡന്റ് പ്രജോഷ് പ്രതാപൻ, ഭാരവാഹികളായ മുജീബ് അഗലാട്, സഞ്ജിത് നിവാസ് കിഴക്കൂട്ട്, യൂസുഫ് തണ്ണിത്തുറക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പുന്നൂർക്കുളം ചമ്മന്നൂരിൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പുന്നൂർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ഹസൻ, സലിൽ അറക്കൽ, IP അബ്ദുൾ റസാഖ്, KV കുഞ്ഞുമൊയ്തു, അയ്യൂബ് അറക്കൽ, ഷാഫി കുന്നത്തുവളപ്പിൽ, ഷെഫീഖ് ഹുസൈൻ, ഖാദർ ഇരണ്ടക്കാട്ടയിൽ, അസീസ് റഷീദ്, ഫൈസൽ തെക്കേലവളപ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. അഷ്കർ അറക്കൽ, അഡ്വക്കേറ്റ് മുഹമ്മദ് റഹീസ്, ഷെജീർ പതിയാനവളപ്പിൽ, വാപ്പു വലിയകത്ത്, ബാബുമോൻ കോട്ടത്തയിൽ, ശിവദാസൻ, സുഹൈൽ പണിക്കവീട്ടൽ, റഹീസ് മാഞ്ചിറ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിലെ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിലെ കൂദാശ കർമ്മം നടത്തി. ആശുപത്രി വൈസ് പ്രസിഡന്റും കുന്നംകുളം ഭദ്രാസനാധിപനുമായ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് കാർമ്മികത്വം വഹിച്ചു. ചടങ്ങിൽ ആശുപത്രി സെക്രട്ടറി KP സാക്സൺ, ട്രഷറർ മോൺസി എബ്രഹാം, കുന്നംകുളം ഭദ്രാസന സെക്രട്ടറി ഫാദർ സ്റ്റീഫൻ എന്നിവർ സംസാരിച്ചു. ഫാദർ ഐസക് കോർ എപ്പിസ്കോപ്പ, ഫാദർ ഗീവർഗീസ് തോലത്ത്, ആശുപത്രി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആൻഡ് ഗവേണിംഗ് ബോർഡ് അംഗങ്ങൾ, ഡോക്ടർമാർ, ജീവനക്കാർ, കോളേജ് പ്രിൻസിപ്പൽ PR രമാദേവി, നഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പൽ സിന്ധു റാണി തുടങ്ങിയവർ പങ്കെടുത്തു. ട്രോപ്പിക്കൽ ഹെൽത്ത് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ സ്പെഷ്യൽ സ്കൂളിൽ നവീകരിച്ച സ്പീച്ച് തെറാപ്പി യൂണിറ്റിന്റെയും ഒക്യുപേഷണൽ തെറാപ്പി യൂണിറ്റിന്റെയും ഉദ്ഘാടനം ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ നിർവഹിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സാ പുനരധിവാസ സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യൂണിറ്റുകൾ നവീകരിച്ചിരിക്കുന്നത്. ഫാദർ ഡേവിസ് ചിറമേൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റോട്ടറി ക്ലബ് പ്രസിഡന്റ് ആനന്ദൻ, ലബീബ് ഹസൻ, ഡോക്ടർ ജോഷി തോമസ്, THFI സെക്രട്ടറി ഡോക്ടർ ജേക്കബ് വർഗീസ്, ഡോക്ടർ ടീന ജേക്കബ്, ലില്ലി ജേക്കബ് എന്നിവർ സംസാരിച്ചു. സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു. NSS ചെമ്മണ്ണൂർ പോർക്കളങ്ങാട് 15ാമത് വാർഷിക സമ്മേളനം താലൂക്ക് ഇൻസ്പെക്ടർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സത്യനാഥൻ K അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് സത്യനാഥൻ K, വൈസ് പ്രസിഡന്റ് ലീല മോഹൻ, സെക്രട്ടറി ഗിരിജൻ P, ജോയിന്റ് സെക്രട്ടറി വിജയൻ V തുടങ്ങി എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും തിരഞ്ഞെടുത്തു. ചരമം. ചാലിശ്ശേരി കുന്നത്തേരിയിൽ താമസിക്കുന്ന പരേതനായ ചെറുവത്തൂർ സൈമൺ മകൻ ബേബി നിര്യാതനായി. 74 വയസ്സായിരുന്നു. ചാലിശ്ശേരി BSNL റിട്ടയർഡ് എഞ്ചിനീയർ ആയിരുന്നു. സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് 3-ന് ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടത്തും. PWD റിട്ടയർഡ് UD ക്ലർക്ക് ഗ്രേസിയാണ് ഭാര്യ. ബിനോജ്, ബിൻസി എന്നിവർ മക്കളാണ്. വേലൂർ കടങ്ങോട് മഠം ശ്രീരാഗം വീട്ടിൽ സരോജിനി അമ്മാൾ നിര്യാതയായി. 84 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച നടത്തും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.